ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ലോകത്തിന്റെ നേതാവ് പറയുകയാണ്, വല്ലദീ നഫ്സീ ബിയദിഹി. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ഒരു കാലഘട്ടം കടന്നു വരും, ഒരു കാലഘട്ടം കടന്നു വരും. ആ കാലഘട്ടത്തിൽ ജനങ്ങളുണ്ടല്ലോ, അതാ ഖബറിന്റെ ചാരത്തുകൂടെ നടന്നു പോകുമ്പോൾ ഹത്താ യമുറു അലാ ഖബരിഹി, ജനങ്ങൾ ഖബറിന്റെ ചാരത്തുകൂടെ നടന്നു പോവുകയാണ്. ഈ മുതിയങ്ങ നിവാസികൾക്കൊരു കാലം വരും, അന്ന് ഈ മുതിയങ്ങ പള്ളിയുടെ ഖബർസ്ഥാനിലൂടെ നിങ്ങളിൽ പലരും ഇങ്ങനെ നടന്നു പോകുമ്പോ ആ ഖബർ കാണുന്ന സമയത്ത് ഖബറിന്റെ മുകളിലങ്ങ് വീഴുകയാണ്, ഖബറിന്റെ മുകളിലേക്ക് വീഴുകയാണ്. എന്നിട്ട് അവര് പറയുകയാണ്, ഫയഖൂലു യാ ലൈതനീ കുന്തു മകാന സ്വാഹിബി ഹാദിഹിൽ ഖബർ. ആ മുതിയങ്ങ പള്ളിയുടെ ഖബർസ്ഥാനിലെ ഖബർ കാണുമ്പോ ആ ഖബറിന്റെ മുകളിലേക്ക് വീണിട്ട് ചില ആണുങ്ങൾ വിളിച്ചു പറയുകയാണ്, അല്ലാഹുവേ, ഈ ഖബറിന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യന് ഞാനായിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു അല്ലാ, മരിച്ചാ മതിയായിരുന്നു പടച്ചവന്, മരിച്ചാ മതിയായിരുന്നു പടച്ചവന് എന്ന് പറയുന്ന ഒരു കാലം വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്നിട്ട് പ്രവാചകൻ പറയുകയാ, വലൈസ ബിദീനി, ഖബറിന്റെ മുകളിൽ കിടന്നിട്ട് മരണത്തെ ആഗ്രഹിക്കാനുള്ള കാരണം പടച്ചവനെ പേടിച്ചിട്ടല്ല, ഖബറിനെ കുറിച്ച് ചിന്തിച്ചിട്ടല്ല, പരലോകത്തെ കുറിച്ച് ഓർമ്മ വന്നതിന്റെ പേരിലല്ല, സിറാത്തിനെ കുറിച്ച് ചിന്തിച്ചതിന്റെ പേരിലല്ല, അല്ലാഹുവിന്റെ വിചാരണയെ കുറിച്ച് ആലോചിച്ചതിന്റെ പേരിലല്ല, പിന്നെ എന്തിന്റെ പേരിലാണ്? ഈമാൻ കൂടിയത് കൊണ്ടല്ല, ഈമാൻ കൂടിയത് കൊണ്ടല്ല. വലൈസ ബിദീനി ഇല്ലൽ ബലാ, ജീവിതത്തിൽ അല്ലാഹു പരീക്ഷണം കൊടുത്തപ്പോ, അല്ലാഹു കടം കൊടുത്തപ്പോ, അല്ലാഹു രോഗം കൊടുത്തപ്പോ, അല്ലാഹു നഷ്ടം കൊടുത്തപ്പോ, അല്ലാഹു മരണം കൊടുത്തപ്പോ, അല്ലാഹു തളർത്തി കളഞ്ഞപ്പോൾ, ജീവിതത്തിൽ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നു വന്നപ്പോ ശമിക്കാൻ കഴിയാതെ പറഞ്ഞു പോവുകയാണ്, അല്ലാ, ഇതെന്തൊരു ജീവിതമാണ് റബ്ബേ, മരിച്ചാ മതിയായിരുന്നു അല്ലാ എന്ന് എന്റെ സമുദായം പറയുന്ന ഒരു കാലം വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എന്റെ സമുദായത്തിനൊരു കാലഘട്ടം കടന്നു വരും, ആ കാലഘട്ടത്തിൽ ഖബർ കാണുമ്പോൾ അതിന്റെ മുകളിൽ അങ്ങ് വീഴും. ഈ പള്ളിക്കാട്ടിലെ ഖബർ കാണുമ്പോ മുതിയങ്ങയിലെ ചില ആൾക്കാർ ഖബറിന്റെ മുകളിൽ വീണിട്ട് പറയാ, പടച്ചവനെ എങ്ങനെ പറയാണ്, എന്താ പറയണത്? ഹത്താ തമുറു അലാ ഖബരിഹി, ആ ഖബറിന്റെ മുകളിൽ വീണിട്ട് പറയും, യാ ലൈതനി കുന്തു മകാന സ്വാഹിബ ഹാദൽ ഖബർ, ഈ മണ്ണിനടി കിടക്കണ മനുഷ്യൻ എത്ര ഭാഗ്യവാൻ, ഞാനായാ മതിയായിരുന്നു പടച്ചവനെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും ഖബറിന്റെ മുകളിൽ പോയി വീഴുന്നില്ലെന്നേ ഉള്ളൂ. നമ്മൾ പറയുന്നുണ്ട്, ജീവിതത്തിൽ രോഗവും പ്രയാസവും കടവും കച്ചവടമൊക്കെ തകർന്ന് തരിപ്പണമായപ്പോ സമാധാനം ഇല്ലാതെ വന്നപ്പോ പറയാ, മരിച്ചാ മതിയായിരുന്നു പടച്ചവനെ, മരിച്ചാ മതിയായിരുന്നു പടച്ചവനെ. ഇങ്ങനെ പറയുന്ന ഒരു കാലം വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അങ്ങനെ ഒരു കാലം വരും. നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇനി കുറച്ച് കഴിയുമ്പോൾ ഖബറിന്റെ മുകളിൽ പോയി വീഴും, ഇത്രയേ ഉള്ളൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്കിൽ എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ സംഭവിച്ചത്? എടാ, ഞാൻ ചോദിക്കട്ടെ ചങ്ങാതി, നീ ചെയ്യുന്ന അതേ കച്ചവടം തന്നെയല്ലേ ഈ മുതിയങ്ങയിൽ പലരും ചെയ്യണേ? പക്ഷെ ഓൻ രക്ഷപ്പെട്ടല്ലോ, നീ എന്താ രക്ഷപ്പെടാത്ത? നിന്നെക്കാലിട കൂലിപ്പണി ചെയ്ത് നടക്കുന്നവൻ പോലും 2 നില വീട് വെച്ച്, നീ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി? സ്വന്തമായിട്ടൊരു കൂരയുണ്ടോ? എന്തേ അതിന്റെ കാരണം? തലവേദന വന്നു കഴിഞ്ഞാൽ സ്ഥിരമായി തലവേദനയുണ്ട്, തലവേദന എടുക്കുമ്പോൾ ഒരു ഗുളിക വാടിക്കുക, തിന്ന, തലവേദന മാറി. സത്യത്തിൽ തലവേദന മാറാറില്ല, വേദനയെ മാറാറുള്ളൂ. ഈ ടാബ്ലറ്റ് കഴിക്കുന്നതിലൂടെ നിന്റെ വേദന കുറയും, രോഗം അവിടെ തന്നെ കിടക്കാം. സത്യത്തിൽ എന്തുകൊണ്ടാണ് തലവേദന എടുക്കുന്നത് എന്ന് നീ ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കി മരുന്ന് ചെയ്താലല്ലേ അത് മാറൂ. എന്തുകൊണ്ടാണ് നിന്നെ അല്ലാഹ് കൈവിട്ട് കളഞ്ഞത്? നിനക്ക് സന്തോഷവും ഇല്ല, സമാധാനവും ഇല്ല, ബർക്കത്തുമില്ല, രാവും പകലിങ്ങനെ കിടന്ന് ജീവിക്കുക.
അപ്പൊ എന്തുകൊണ്ട് നിനക്ക് ഇങ്ങനെ ഒരു സംഭവം, എന്തുകൊണ്ടാണ് നിന്റെ ജീവിതത്തിൽ നിന്ന് ബറക്കത്ത് നഷ്ടപ്പെട്ടു പോയത്? നീ ആലോചിക്ക്. അള്ള പറഞ്ഞു പെണ്ണ് കെട്ടാൻ, അള്ള പറഞ്ഞു പെണ്ണ് കെട്ടാൻ. പെണ്ണ് കെട്ടിയാൽ ഞാൻ സമാധാനം തരാം, ഞാൻ സമ്പത്ത് തരാം. അള്ള പറഞ്ഞതാണ്. അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹു പറഞ്ഞു, ഖുർആൻ എടുത്ത് നോക്ക്. അള്ളാഹു പറഞ്ഞു നീ വിവാഹം കഴിക്ക്, വിവാഹം കഴിച്ചാൽ നിനക്ക് സമാധാനം കിട്ടും. നിങ്ങൾക്ക് ആർക്കെങ്കിലും സമാധാനം ഉണ്ടോപ്പ? അത് കെട്ടി അന്ന് എന്നെ പോയി സമാധാനം എന്ന് പറയുന്നത്. ഖുർആൻ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു നീ പെണ്ണ് കെട്ട്, നിനക്ക് സമ്പത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും. ഉണ്ടോ? നിങ്ങൾക്ക് എല്ലാവർക്കും വീടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും വീടുണ്ട്. വീടുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. വീടുള്ളവരൊന്ന് കൈവക്ക്. എന്താ പേടി വല്ലതും ഉണ്ടോ? പള്ളിക്ക് എഴുതി കൊടുക്കാനൊന്നും അല്ല, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. പക്ഷെ അള്ള പറഞ്ഞു എന്തെന്നറിയോ? വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂത്തിക്കും സകന. വീടെന്ന് പറഞ്ഞാൽ സമാധാനം തരുന്ന ഒരിടം. നിന്റെ വീടിനകത്തതുണ്ടോ? അള്ള പറഞ്ഞു വീടെന്ന് പറയുന്നത് സമാധാനം തരുന്ന ഒരിടം. നിന്റെ വീടിനകത്ത് സമാധാനം ഉണ്ടോ? ഇല്ല. എന്തേ അതിന്റെ കാരണം? അള്ളാഹു നിന്റെ ജീവിതത്തിൽ നിന്ന് ബർക്കത്ത് തിരിച്ചെടുത്തു. അതാണ് നിന്റെ കാരണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ല നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.